കെഎസ്ആർടിസിയിലെ ശമ്പള പ്രതിസന്ധിക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷ സംഘടനകൾ തിരുവനന്തപുരത്തെ കെഎസ്ആർടിസി ചീഫ് ഓഫീസ് TDF പ്രവർത്തകർ ഉപരോധിച്ചു. മെയ് മാസത്തെ രണ്ടാം ഗഡു ശമ്പളം ഇതുവരെ സർക്കാർ ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല. കെഎസ്ആർടിസി ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല. ധനവകുപ്പ് പണം അനുവദിച്ചിട്ടുണ്ടെന്നും ഉടൻ ശമ്പള വിതരണം തുടങ്ങുമെന്നും കെഎസ്ആർടിസി മാനേജ്മെന്റ് അറിയിച്ചു. കെഎസ്ആർടിസി ആസ്ഥാനമായ തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ചീഫ് ഓഫീസ് ഉപരോധിച്ചായിരുന്നു കോൺഗ്രസ് അനുകൂല സംഘടന TDFന്റെ പ്രതിഷേധം. മെയ് മാസത്തെ രണ്ടാം ഗഡു ശമ്പളമാണ് ജീവനക്കാർക്ക് ലഭിക്കാനുള്ളത്. 5-ാം തീയതി ലഭിക്കേണ്ട ഒന്നാം ഗഡു ശമ്പളം ഈ മാസം 17-നാണ് ലഭിച്ചത്. 15-ാം തീയതി നൽകേണ്ട രണ്ടാം ഗഡു ഉടൻ നൽകണമെന്ന് ജീവനക്കാർ ആവശ്യപ്പെട്ടു. കെഎസ്ആർടിസിയിലെ തൊഴിലാളിയെ സംബന്ധിച്ച് 30 ദിവസം അവർ ജോലി ചെയ്താൽ അവർക്ക് അതിൻ്റെ വേതനം 5-ാം തീയതി നൽകുമെന്ന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരിക്കൽ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പുതിയതായി ചുമതലയേറ്റെടുത്ത ഗതാഗത മന്ത്രിയും 5-ാം തീയതിക്കകത്ത് അല്ലെങ്കിൽ 1-ാം തീയതിക്കകത്ത് ശമ്പളം നൽകുമെന്ന് മാധ്യമങ്ങളെ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് 27-ാം തീയതി ആയിട്ടും മെയ് മാസത്തെ ശമ്പളം ലഭിച്ചിട്ടില്ല. ഇനിയും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. ഓഫീസിലേക്ക് എത്തുന്ന ഉദ്യോഗസ്ഥരെ തടയുമെന്നായിരുന്നു പ്രവർത്തകരുടെ നിലപാട്. പ്രതിഷേധം കണക്കിലെടുത്ത് മുതിർന്ന ഉദ്യോഗസ്ഥരാരും ഓഫീസിലേക്ക് എത്തിയില്ല. ധനവകുപ്പ് 20 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ശമ്പള വിതരണം ഉടൻ ആരംഭിക്കുമെന്നും കെഎസ്ആർടിസി മാനേജ്മെന്റ് അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.